പുതിയ ഡാം എന്ന കൺസെപ്റ്റ് എല്ലാവരും ഇത്രയും പഴക്കം ചെന്നാണല്ലോ, 130 കൊല്ലത്തോളം ആവുന്നു. ഈ ഡാമിന് ദീർഘായുസ് എന്ന് പറഞ്ഞത് കഴിഞ്ഞു എന്ന അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത്. എല്ലാ വിദഗ്ധരും ഇനിയും ഒരു 100 കൊല്ലത്തെ ആയുസ്സുണ്ട് എന്ന ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും ആർക്കും കൊടുക്കാൻ സാധിക്കാത്തതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് കേരളത്തിലെ മലയാളികളുടെ ഇപ്പോഴുള്ള ആശങ്ക മാറ്റുകയും അവരുടെ മനസ്സിലുള്ള ഭീഷണി ഒഴിവാക്കുകയും വേണം. അതിൻ്റെ അവരുടെ മാനസികാവസ്ഥയും ആരൊക്കെ എത്ര ഉറപ്പിച്ച് പറഞ്ഞാലും ഈ ഡാമിൻ്റെ പ്രായാധിക്യം കൊണ്ട് അതിന് ഇനിയും എത്ര നാൾ കൊണ്ടു നടക്കാം, അല്ലെങ്കിൽ എത്ര നാൾ ഇതുപോലെ ലൈവായിട്ട് വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് പുതിയ ഡാമിൻ്റെ ഒരു കൺസെപ്റ്റാണ് നമുക്ക് വരുന്നത്. അതായത് ഈ പഴയ ഡാമിന് പകരം പുതിയ ഡാം വേണം. അല്ലെങ്കിൽ ഇതിനെ എത്ര സ്ട്രെങ്തൻ ചെയ്താലും എങ്ങനെയായിരുന്നാലും ഈ പറഞ്ഞ വാട്ടർ ലെവൽ ഉയർത്താൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ പുതിയ ഡാം പണിത് തമിഴ്നാടിന് ആവശ്യമുള്ള വെള്ളം കൊടുക്കണം എന്ന് തന്നെയാണ് കേരളം സമ്മതിച്ചിട്ടുള്ളത്. പക്ഷേ പുതിയ ഡാമിനെ തമിഴ്നാട് എതിർക്കുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നുള്ള സാങ്ഷൻ കിട്ടിയാലേ പുതിയ ഡാം പണിയാൻ സാധിക്കുകയുള്ളൂ. വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് ഈ ഡാം വരുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എൻവയറമെൻ്റൽ ക്ലിയറൻസ്, അതുപോലെ മിനിസ്ട്രി ഓഫ് എൻവയൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ പുതിയ ഡാം പണിയാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി കേരള ഗവൺമെൻറ് മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. തമിഴ്നാട് അതിനെ ഒബ്ജക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡാമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവും ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് പുതിയ ഡാം വരുന്നതിന് വേണ്ടി കുറച്ച് കാലതാമസം ഉണ്ടാവും. ആ സമയം എല്ലാ കൊല്ലവും വർഷക്കാലമാകുമ്പോൾ ജനങ്ങളിൽ ഈ ഭീഷണി എപ്പോഴും നിന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സ്പിൽവേ, മുല്ലപ്പെരിയാറിലെ സ്പിൽവേ ഇവിടെ മെയിൻ ഷട്ടറുകൾ, സ്പിൽവേയിലെ 13 ഷട്ടറുകളും അതിന് വേണ്ട സ്യൂട്ടബിളായിട്ടുള്ള മോഡിഫിക്കേഷൻ നടത്തി ഇപ്പോൾ ഇരിക്കുന്ന വലിയ ഷട്ടറുകൾ അഴിച്ചു മാറ്റി ചെറിയ ഷട്ടറുകൾ വയ്ക്കണം എന്ന ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ആ ഷട്ടറുകൾ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ലെവലിൽ നിർത്തി ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അതിനൊരു ഫ്രീ ബോർഡ് കൂടി കൊടുത്ത് ആ ലെവലിൽ എക്സീഡ് ചെയ്യാതെ നേരത്തെ പറഞ്ഞ AI ക്യാമറകൾ വെച്ച് മോണിറ്റർ ചെയ്ത് അതിൻ്റെ വാട്ടർ ലെവൽ എല്ലാവരെയും അറിയിച്ച് നടത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ ഭീഷണിയോ വെള്ളത്തിന് തമിഴ്നാടിന് വെള്ളം കിട്ടാതിരിക്കും എന്ന തോന്നലോ കേരളത്തിന് ഭീഷണിയോ ഉണ്ടാവില്ല. അണ പൊട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭീതി തന്നെയാണ്. അതിനൊരു കൺട്രോളില്ലാതെ വെള്ളം വരും. റിവറെല്ലാം വേറെ വഴിക്കെല്ലാം മാറി ഒഴുകും. താഴെയെല്ലാം ഫ്ലഡിങ് വരും. പെരിയാറിൻ്റെ തീരത്തുള്ള നമ്മുടെ ആലുവ പാലത്തിൻ്റെ അടുത്തുള്ള 2 സൈഡിലെ റോഡുകൾ ചിലപ്പോൾ ഡിസ്ട്രസ്ഡ് കണ്ടീഷനിൽ വരാം. പാലം നിൽക്കും, പക്ഷേ അപ്രോച്ച് റോഡുകളെല്ലാം ചിലപ്പോൾ വെള്ളത്തിലായി പോകും. എയർപോർട്ട് വെള്ളത്തിലാവും. പല ഇടമലയാറിൻ്റെ സൈഡിലേക്കും കുറച്ച് വെള്ളം കയറി വരും. അതുകൊണ്ട് പെരിയാറിൻ്റെ ഇരുകരകളിലും ഭീഷണി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ടാണ് ഒരു ആശങ്ക. ഈ ആശങ്കയും ആളുകളെ എവിടെ താമസിപ്പിക്കും, കൊച്ചി മെട്രോയുടെ ഏത് ലെവലിൽ വരെ വെള്ളമെത്തും എന്നെല്ലാം പല സ്റ്റഡികളും നടത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളത് കൺട്രോൾ ചെയ്ത് ഇതെല്ലാം മുൻകൂട്ടി കണ്ട് ഇതിൻ്റെ ഷട്ടറുകളും ലെവലുകളും ഡാമുകളിലെ റിസർവറിലെ ലെവലുകളും എല്ലാം ഓപ്പറേറ്റ് ചെയ്ത് ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഇലക്ട്രിസിറ്റി ബോർഡും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും കൂടി ചേർന്ന് ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ റെഡിയാക്കി നമ്മളത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കേരളത്തിന് യാതൊരു ദുരന്ത ഭീഷണിയും ഇല്ല. ദുരന്തമായി കണക്കാക്കാതെ ഇത് നമ്മൾ നേരത്തെ പ്രതീക്ഷിക്കുന്ന വെള്ളത്തിൻ്റെ ലെവൽ എത്തും എന്ന് നമുക്ക് നേരത്തെ ഫ്ലഡ് ലെവലുകൾ മാർക്ക് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അവിടെ ഉള്ളവർക്ക് അതിന് മുൻകരുതൽ എടുക്കാം. അതിനുള്ള വാർണിംഗ് സിസ്റ്റം ശരിയാക്കണം എന്ന് മാത്രമേ ഞാൻ ഇതിൽ പറയുകയുള്ളൂ.